ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പള്ളി പെരുന്നാളിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നിങ്ങൾ കൊടിയേറ്റ് കണ്ടു കാണുമല്ലോ. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ കൊടിയേറ്റിന് ശേഷം ധ്യാനം, പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വിശേഷങ്ങൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഒപ്പിയെടുത്തൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഈ ഇട്ടേക്കുന്നത് ഫുൾ നമ്മുടെ വീടുകളിൽ ഇവിടെ ഇട്ടേക്കുന്ന ലൈറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇട്ട ദിവസം തന്നെ ഇറങ്ങി വീഡിയോ എടുക്കുവാണ്, കാരണം എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പള്ളിയിലെ പ്രദക്ഷിണം പോകുന്നത് പള്ളി തൊട്ട് മഠം വരെയാണ്. അപ്പം നമ്മളുടെ ഈ റോഡിലൂടെയാണ് പോകുന്നത്. അപ്പം ഞാൻ അതിട്ട ഉടനെ തന്നെ വന്ന് വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ. എല്ലാ വർഷവും ഇടാറുണ്ട്. പിന്നെ നമ്മുടെ ഒരു കുർബാന പള്ളിയിൽ അല്ലായിരുന്നു, നമ്മൾ സെമിത്തേരി ചാപ്പലിൽ വെച്ചിട്ടായിരുന്നു. അപ്പം അവിടെയെല്ലാം പാട്ട് പാടിയത് നമ്മളാട്ടോ. അതിനുശേഷം നമ്മുടെ പ്രദക്ഷിണത്തെ ദിവസത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ കൂടുതലായിട്ട് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. പ്രദക്ഷിണം, അത് കഴിഞ്ഞിട്ടുള്ള റാസാ കുർബാനയുടെ വിശേഷങ്ങളൊക്കെ. അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ചെണ്ടമേളവും ബാൻഡ് സെറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും പോകുന്ന വഴിയിലെ യാത്രകളും കാഴ്ചകളും, കുഞ്ഞി മാലാഖമാരൊക്കെ ഉണ്ട് കേട്ടോ. അവസാനം വരെ നിന്ന് നമുക്ക് ആ വീഡിയോസ് ഫുള്ളായിട്ട് കാണാമേ. അപ്പം നിങ്ങൾ ആയിട്ട് അത് തന്നെ കണ്ടോളൂ. നമ്മൾ മഠത്തിലെത്തി നമുക്കൊരു സന്ദേശമൊക്കെ തരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം റിഫ്രഷ്മെൻറ്റായിട്ട് ജ്യൂസും ഒക്കെ സാൻഡ്വിച്ചും ഒക്കെ നമുക്ക് തന്നിരുന്നു. ഞങ്ങളപ്പം അതൊക്കെ കുടിച്ചു. അതിനുശേഷം നമ്മളെല്ലാം വെയിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ പ്രൊവിഡൻസ് ഹോമിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ട് ബാൻഡ് മേളക്കാരും അതുപോലെ തന്നെ ചെണ്ടമേളക്കാരും പെർഫോമൻസ് ഇവിടെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നമ്മളെ തിരിച്ചെന്തിനീ ഓടുന്നതെന്നറിയാവോ? നേരത്തെ വീട്ടിലെത്താൻ വേണ്ടിയിട്ടാണ്. അതായത് റാസയുടെ മുന്നിൽ ചെന്നിട്ട്
ആദ്യമേ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ വീടുകളിൽ രൂപങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രദക്ഷിണം പോകുമ്പം ആശീർവാദം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ മുന്നിലെത്തിയപ്പോഴാണ് നമ്മുടെ മാലാഖ കുഞ്ഞുങ്ങളുടെയൊക്കെ വീഡിയോ ഒന്ന് എനിക്ക് എടുക്കാൻ പറ്റിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവരിങ്ങനെ സ്റ്റാഴ്സൊക്കെ പിടിച്ചുകൊണ്ടും പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ഈ മെഴുതിരിയൊക്കെ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് മുന്നിൽ കയറിയപ്പോഴാണ് കേട്ടോ അതിനൊരവസരം കിട്ടിയത്. മോദമേകും മാനിനി മാണിക്യമേ ആഭവ പ്രൗഢി പെരുത്ത ദാവീദിൻ പ്രസുരമേ. പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ടേബിളിലുള്ള ലൈറ്റ്സൊക്കെ കുറച്ചിട്ട് വെച്ചിരുന്നു. പക്ഷേ ബാക്കി ചെയ്തതെല്ലാം ഡാഡിയും പിന്നെ ജോയിലൂടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്ക്, അതായത് ഞങ്ങൾ റാസിക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് തന്നെ ഈ രൂപങ്ങളെല്ലാം റെഡിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ബാൻഡ് വേണോ പിന്നെ ചെണ്ടയും അതുപോലെ തന്നെ രൂപങ്ങളൊക്കെ വന്നിട്ട് ആശീർവാദമൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് ലൈനൊക്കെ കയറിപ്പോയിരുന്നല്ലോ പ്രദക്ഷിണത്തിന്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഓടിപ്പോവാണ് കേട്ടോ നമ്മളുടെ ലൈനിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. പിന്നെ വാളംപടിയിൽ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ അമിഗോസിൻ്റെ. അവരുടെ ആ ഒരു എന്താണ് ലൈറ്റ് വർക്ക്, പിന്നെന്താണ് ബ്ലാസ്റ്റർ ഉണ്ടായിരുന്നു ഇതുപോലെ. പിന്നെന്താണെന്ന് വെച്ചാൽ ചെണ്ടമേളക്കാരുടെയും ബാൻഡുകാരുടെയും അടിപൊളി പെർഫോമൻസ്. ചെണ്ടമേളക്കാരെ എടുത്ത് പറയണം കേട്ടോ, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അവരുടെ ഇത്. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് പള്ളിയിലേക്ക് നടക്കുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ പ്രദക്ഷിണം കഴിഞ്ഞ് തിരിച്ച് പള്ളിയിലേക്ക് കയറുകയാണ്. അവിടെ നമുക്ക് ആശീർവാദമുണ്ട്, ആശീർവാദ പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം ചെണ്ടമേളക്കാരുടെ പെർഫോമൻസ്, ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പിള്ളേരൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ പേപ്പർ പോപ്പേഴ്സിൻ്റെ ഇതൊക്കെ എടുത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹത്തേക്കൊക്കെ വീഴുമ്പോൾ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഓടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബാൻഡ് മേളക്കാരുടെ പെർഫോമൻസ്, അത് കഴിഞ്ഞ് ചെണ്ടമേളക്കാരുടെ പെർഫോമൻസ്, പിന്നെ ആകാശവിസ്മയം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് നിൽക്കുക. ഇത് മാത്രമല്ല, ലൈറ്റ് ഷോയിങ്ങുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണേ. അങ്ങനെ പരിപാടിക്കൊക്കെ ശേഷം കുറച്ച് പേര് മാതൃജ്യോതിസിലുള്ള എല്ലാവരും തന്നെ വെള്ള ഉടുപ്പായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഇവിടെ ഇല്ല, കുറേ പേരൊക്കെ വീട്ടിൽ തിരിച്ചു പോയിരുന്നു. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നവരെ പിടിച്ചു നിർത്തി അവർ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ ഞാനങ്ങ് കൂട്ടത്തിൽ വീഡിയോ എടുക്കുവാണേ അവരുടെയൊക്കെ. അങ്ങനെ കുർബാന പ്രദക്ഷിണത്തിനൊക്കെ ശേഷം, ഇത്രയും പരിപാടികൾക്കൊക്കെ ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണേ. കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഇവിടെ അറ്റാച്ച് ചെയ്യാം. അടുത്ത ദിവസം നമുക്ക് വരുന്ന ആഘോഷകരമായ റാസ കുർബാനയാണ്. റാസ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് മമ്മി രാവിലെ കുറച്ച് അപ്പമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പമൊക്കെ ഡാഡി പാക്ക് ചെയ്യുവാണ്. പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നു. ആഘോഷകരമായ റാസ കുർബാനയായിരുന്നു. അതിനുശേഷം കുരിശുമൂട് വരെ നമുക്ക് ഒരു ചെറിയ പ്രദക്ഷിണം ഉണ്ടായിരുന്നു. അപ്പം കുരിശുമൂട് ചുറ്റി നമ്മൾ തിരിച്ച് പള്ളിയിലേക്ക് വരുന്നതാണ് നമ്മുടെ ഈ പ്രദക്ഷിണം വരുന്നത്. പ്രദക്ഷിണം കഴിഞ്ഞ് വന്ന് നമുക്ക് കൊടി ഇറക്കാണ് കേട്ടോ. അപ്പോൾ കൊടിയേറ്റ് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഈ പെരുന്നാൾ അവസാനിക്കുന്നതിനോടനുബന്ധിച്ച് നമ്മുടെ കൊടി ഇറക്കാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് കഴുന്നെടുക്കൽ, അതുപോലെ തന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതിനുശേഷം കൂടാതെ തന്നെ സ്നേഹവിരുന്നോടുണ്ട് കേട്ടോ. റെജി പാപ്പനും ഡാഡിയും സജി പാപ്പനോട് അവിടെ നേർച്ച അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അച്ഛൻ നമ്മുടെ സ്നേഹവിരുന്ന്
പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്ന ചടങ്ങാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ഞാനും ഉണ്ടല്ലോ അകത്തേക്ക് പോയി നേർച്ചയൊക്കെ വാങ്ങിച്ചു കേട്ടോ. നേർച്ച വാങ്ങിച്ചതിന് ശേഷം സ്നേഹവിരുന്ന് കഴിക്കാനായിട്ട് ഞാൻ പോയി. സ്നേഹവിരുന്ന് നമ്മുടെ നേർച്ചയാണ് കേട്ടോ. അപ്പം അത് എല്ലാവരും സ്വീകരിച്ച് എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി നേർച്ച ഊണൊക്കെ കഴിച്ചു. അതിനുശേഷം നമുക്ക് വൈകുന്നേരം ഒരു ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളെല്ലാവരും വൈകുന്നേരം വന്ന് അതോടുകൂടി നമ്മളുടെ ഈ ഒരു പെരുന്നാൾ അവസാനിക്കുകയാണ്. അപ്പം അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കണ്ണിലൂടെ എനിക്ക് ഒപ്പിയെടുക്കാൻ പറ്റിയ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ്.